ഹായ് ഫ്രണ്ട്സ്, zebronicsൻ്റെ ഒരു അടിപൊളി വയർലെസ് ഇയർഫോൺ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ സാധാരണയായി യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ ഇയർഫോൺ ചാർജിങ്ങിനായി അതിൻ്റെ ചാർജറും കൂടെ കരുതണം. എന്നാൽ zebronicsൻ്റെ സൗണ്ട് ബോംബ് S1 എന്ന മോഡൽ അതിനായി ഒരു ചാർജിങ് കേസ് കൂടെ നൽകിയിരിക്കുകയാണ്. വളരെ ചെറിയ ഈ കേസ് ചാർജ് ചെയ്ത് നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ വളരെ സൗകര്യപ്രദമാണ്. ഇനി ഇതിൻ്റെ മറ്റു ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇയർഫോണിൻ്റെ ഭാരക്കുറവ് വളരെ എടുത്തു പറയേണ്ട ഒരു ഗുണമാണ്. അതുപോലെ തന്നെ സൗണ്ട് ബോംബ് X1 ആൻഡ്രോയിഡ് iOS ഉപകരണങ്ങൾക്കായി മീഡിയ വോയിസ് അസിസ്റ്റൻറ്റ് നിയന്ത്രണങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വയർലെസ് റേഞ്ച് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ഇതിൻ്റെ ബോക്സിലൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അഥവാ നിരന്തരമായ ഇയർഫോൺ ഉപയോഗം നമ്മുടെ കേൾവിയെ ബാധിക്കുമെന്നൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ MRP റേറ്റ് ബോക്സിൽ 2849 കാണിക്കുന്നത്. എനിക്ക് ഇതൊരു ഗിഫ്റ്റായി ലഭിച്ചതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില ഇത്രയൊന്നുമില്ല. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന്. ഇത് മുമ്പ് അൺബോക്സ് ചെയ്തതാണെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി തുറക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. 2 ബഡ്സ് ഇതിനകത്ത് ഒരു കവറിൽ ബഡ്സ് 2 ഉണ്ടാവും. നമുക്ക് ചെറുതും വലുതൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ വേണ്ടിയിട്ട് സൗകര്യപ്രദമായ ഏതാ നോക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കേസ്. ഈ കേസിലാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടതും ഉണ്ടോ. ഇതിൽ ഇയർഫോൺ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെച്ചാൽ അത് ഓട്ടോമാറ്റിക് അത് ചാർജ് ആവും. 2 പിന്നുകൾ കാണാം നമുക്ക്. ഉണ്ടോ, ഇതിപ്പോൾ എടുത്ത് നോക്കിയാൽ 2 പിന്നുകൾ അത് വെക്കുന്ന സ്ഥലത്ത് കാണാം. അതുപോലെ ഇയർഫോണിൻ്റെ ഭാഗത്തും 2 ഡോട്ടുകളും കാണാം. അതുണ്ടോ, ഇത് നമ്മൾ അതിലേക്ക് വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ചാർജിങ് നടക്കും. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ചാർജിങ് LED അവിടെ നിന്ന് ഓഫാവും, ഓട്ടോമാറ്റിക്കായി തന്നെ ഓഫാവുകയും ചെയ്യും. ഇതാണിപ്പോൾ കേസ്. ഈ കേസ് നമുക്ക് കൊണ്ടു നടക്കാൻ വളരെ സൗകര്യപ്രദമല്ല. നമ്മുടെ ഒരു കൈയിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങുന്ന വിധം വളരെ സൗകര്യപ്രദമായ വളരെ ചെറിയ ഒരു കേസാണ്. ഈ കേസിലാണ് നമ്മൾ മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ്, സാധാരണ നമ്മുടെ മൊബൈലിന് ഉപയോഗിക്കുന്ന ചാർജർ തന്നെ ഉപയോഗിച്ച് നമുക്കിത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ തന്നെയാണ് ഉണ്ടാവുക. നമുക്ക് ഇതിൽ നേരത്തെ ബോക്സ് ചെയ്തപ്പോൾ നമ്മൾ ചാർജിൽ കേബിൾ കാണിച്ചിട്ടില്ലായിരുന്നു. കേബിൾ ഞാൻ എടുത്ത് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അതുകൂടി കാണിച്ചു തരാം. ചാർജിങ് കേബിൾ ഈ ബോക്സിനകത്ത് ഒരു ചാർജിങ് കേബിൾ ഉണ്ടാവും. അതുപോലെ കാറ്റലോഗൊക്കെ ഉണ്ടാവും. ഇതാണ് ചെറിയൊരു ചാർജിങ് കേബിളാണ്. നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ വളരെ സൗകര്യപ്രദമാണ്. അതിനാൽ അപ്പോൾ ഇത് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജിങ് കേബിൾ ഊരിയതിന് ശേഷം അതിലേക്ക് ഇതോടൊപ്പമുള്ള ചാർജിങ് കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ C ടൈപ്പ് കണക്ടറാണ് ഇതിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ പുതിയ മൊബൈലുകൾക്കൊക്കെ വരുന്ന മൊബൈലുകൾ C ടൈപ്പ് ആണ് വരുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണാൻ ഇവിടെ ഒരു 4-5 LED ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ആ LED ബ്ലിങ്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് അവിടെ നിൽക്കും. ഇങ്ങനെ ഇത് ചാർജ് ഫുള്ളാക്കി കഴിഞ്ഞാൽ 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാറ്ററി ലൈഫ് 5 മണിക്കൂർ വരെ ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതുപോലെ നമുക്ക് ചാർജ് ചെയ്യാനും അതുപോലെ നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാനും വളരെ സൗകര്യപ്രദമായ വളരെ ചെറിയ ഒരു കേസും അതോടൊപ്പം തന്നെ നമുക്കത് ഇയർഫോൺ സൂക്ഷിച്ച് വെക്കാൻ അതിനും ഒരു സൗകര്യപ്രദമായ ഒരു ഡിസൈനാണ് zebronicsൻ്റെ സൗണ്ട് ബോംബ് X1 എന്ന ഈ മോഡലിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കേസ് 2 നിറത്തിൽ വരുന്നുണ്ട്. ഒന്ന് ബ്ലൂ, റെഡ് എന്നീ 2 നിറങ്ങളിൽ ഇതിൻ്റെ കേസ് നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്.
വളരെ വിലക്കുറവും അതുപോലെ തന്നെ ഗുണമേന്മയും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാർക്കറ്റിൽ 900 രൂപ മുതൽ ഇത് നമുക്ക് ലഭിക്കും. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കാണാം. ഈ ഇയർഫോണിൻ്റെ പ്രത്യേകത നോയ്സ് ക്യാൻസലിംഗ് ആണ്. അതിനാൽ നല്ല നമുക്ക് ശബ്ദം യഥാർത്ഥ രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ കേൾക്കാൻ സാധിക്കും. സൈബ്രോണിക്സ് ഡിവൈസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.